ഇന്ന് പരലമീൻ കിട്ടിയിട്ടുണ്ട്. കറി വെക്കുന്നത് കാണാം. മീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് 4 പച്ചമുളക് നടുകേറി വെക്കുക. തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പെരിഞ്ചീരകം ഇട്ടിട്ട് അരച്ചുകൊണ്ടിരുന്നത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന് ഉപ്പ് ഇടുക. ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊന്ന് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിൽ എണ്ണ ചൂടായ ശേഷം ഉലുവ ഇടുക. ഉലുവ പൊട്ടുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി നല്ല ഇളക്കി, ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായി മൂത്ത് വരിക പറഞ്ഞാൽ സോഫ്റ്റ് ആയാൽ മതി, അല്ലാണ്ട് കരിഞ്ഞ് മൊരിയാലൊന്നും നിൽക്കണ്ട. അതിന് ശേഷം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ശേഷം നമുക്ക് തക്കാളി, പച്ചമുളക് ഇടാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഈ മുളക് പൊടി ഒന്ന് മൂത്താലാണ് മീൻ ചാറിനൊരു നല്ല കളറ് കിട്ടുള്ളൂ. തക്കാളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായി ഇളക്കലിൽ കൂടെ. അപ്പോൾ മുളക് പൊടി അങ്ങനെ കരിയില്ല. അങ്ങനെ ഈ പച്ചമുളക് തക്കാളിക്ക് വന്നാൽ അങ്ങനെ കരിയില്ല. പക്ഷെ നല്ല മണം ഉണ്ടാവും. നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും. അത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കണം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. പോരാത്തത് അത് നന്നായി തിളക്കട്ടെ. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്ന് അതിന് ശേഷം തേങ്ങ കൂട്ടുക. ഈ മീൻ പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ മീനൊക്കെ കണ്ടു പറഞ്ഞാൽ എൻ്റെ ഒരു ചെറിയ ഇക്കയുണ്ട്. ഇക്കാക്ക് എപ്പോഴും ഇങ്ങനെയുള്ള മീൻ പിടിക്കാൻ പോവുക ഇങ്ങനെയൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ മൂപ്പർക്ക് എപ്പോഴും ഇങ്ങനെ ഇത് പിടിച്ചിട്ട് വന്നിട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കൽ അങ്ങനെയൊക്കെ ഒരു പരിപാടിയുണ്ട്. ഈ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്ക് പഴയതൊക്കെ ഇങ്ങനെ ഓർമ്മ, ചെറുപ്പത്തിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കുളത്തിൽ നിന്ന് പുഴയിൽ നിന്നൊക്കെ പിടിച്ചിട്ട് വരുന്ന മീനുകളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരിക. എൻ്റെ ഇക്കയുണ്ട്, ചെറിയ ഇക്കായി. ആ ഇക്ക അതുപോലെ സ്കൂൾക്ക് പോകാൻ പറഞ്ഞാൽ കേൾക്കുകയില്ല. ഞാനും അവന് 7 വയസ്സിൻ്റെ വ്യത്യാസം, എന്നാലും പേരുകൾ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ അവന് ഇതുപോലെ മീൻ പിടിക്കാൻ പോയിട്ട് രാത്രി ഒന്നും കാണാല്ലാണ്ട് ഉമ്മ വടിയൊക്കെ എടുത്ത് ചൂരലൊക്കെ ഒരുക്കി വെച്ചിട്ട് അടിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. രാത്രി വന്നിട്ട് വേണം എനിക്ക് 2 എണ്ണം കൊടുക്കാൻ. 2 ദിവസമായി സ്കൂൾക്ക് പോകാണ്ട് ഇങ്ങനെ നടക്കുന്നു കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ രാത്രി ഉണ്ട് ഒരു കൂട മീനും കൊണ്ട് വന്നിട്ട് ഉമ്മ വട്ടച്ചട്ടി ഇടുക്കി അതിൽ ഇത് മുക്കി വെക്കണം, അല്ലെങ്കിൽ രാവിലെ ആകുമ്പത്തേന് ചാവും, നമുക്ക് തിന്നും ചെയ്യുക, വേറെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. ഇവന് ഇത് കണ്ടപ്പോൾ ഉമ്മാക്ക് അന്നൊക്കെ കുറച്ച് ദാരിദ്ര്യമാണ്. ഇപ്പോൾ മരിച്ച ഉടനൊക്കെയാണ്. അപ്പം ഉമ്മ എന്ന് വെച്ചാൽ ഉമ്മാക്ക് സന്തോഷമായി. പക്ഷെ ഉമ്മ അടിക്കാനുള്ളതൊക്കെ അവിടെ മൂടൊക്കെ മറന്നു. പിന്നെ ഇവന് വന്ന് കടന്നുറങ്ങി. ഉമ്മ അതിൻ്റെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ആ കൂടെ ഇറക്കി വെച്ച് ഒക്കെ ചെയ്തു. പിറ്റേ ദിവസം ഇവൻ ഉറങ്ങിക്കൊണ്ടിരിക്കണം. പുലർച്ചക്ക് രാവിലെ ഉണ്ട് വേറൊരാൾ വന്നിട്ട് പറഞ്ഞ്, ബാബു ഇവിടെ ഒരു കൂടെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, അവൻ ഇവിടെ വെള്ളത്തിൽ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണേ എന്നാണ്, വെക്കാൻ പോകാനാണത്, താത്ത ഒന്ന് എടുത്തേരി, അവൻ ഉറങ്ങിയിരിക്കാല്ലേ വന്നിട്ടുണ്ട് വന്നിക്കണം. ഉമ്മാക്ക് എൻ്റെ സങ്കടമായി. ഉമ്മ രാവിലെ വെച്ചിട്ട് ഇത്രയും നമുക്ക് മീൻ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതൊക്കെ ഒരു ഓർമ്മ. ഇപ്പം അവൻ ജീവിച്ചിരിപ്പില്ല കേട്ടോ. അവന് കബറിടം വിശാലാക്കി കൊടുക്കട്ടെ. ഇനി തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് തള വന്നിട്ട് നല്ല തിളച്ച ശേഷം നമുക്ക് മീനിടാം. മീനിടാം നമുക്ക്. നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടിയിടാം. നന്നായി ഇളക്കി കൊടുക്കയില്ല. പിന്നെ ഇളക്കാൻ പാടില്ല. നമ്മൾ ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ ഒക്കെ വേറിട്ട് പോയി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അത് തിളക്കണ വരെ ഉണ്ടാണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് മൂടിയിടുക.
കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.